ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം വിദ്യാർത്ഥിനിക്ക് തിരിച്ചു നൽകി ബസ് ജീവനക്കാർ മാതൃകയായി. തീരദേശപാതയിൽ ആലപ്പുഴ ചേർത്തല റൂട്ടിൽ സർവീസ് നടത്തുന്ന നളിനം എന്ന ബസ്സിലെ ഡ്രൈവർ ദീപു സെബാസ്റ്റ്യനും കണ്ടക്ടർ സജീവുമാണ് ബസ്സിൽ നിന്നും കിട്ടിയ സ്വർണ്ണാഭരണം വിദ്യാർത്ഥിനിക്ക് തിരികെ നൽകിയത്. കഴിഞ്ഞ ദിവസം അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ബസ് യാത്രക്കിടയിൽ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടത്. ആഭരണം കിട്ടിയ വിവരം ഉടൻ തന്നെ ബസ് ജീവനക്കാർ സ്കൂളിൽ അറിയിച്ചിരുന്നു. തുടർന്ന് ബസ് ജീവനക്കാർ സ്കൂളിലെത്തിയ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥിക്ക് ആഭരണം തിരികെ നൽകി. കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ കൈത്തറി ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാതല പരിപാടി പാണാവള്ളിയിലെ തൈക്കാട്ടുശ്ശേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത ഉദ്ഘാടനം ചെയ്തു. പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ VP മനോജ് ജില്ലയിലെ മുതിർന്ന നെയ്ത്തുകാരെ ആദരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ആശാറാണി മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി ആരംഭിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടികൾക്ക് ആലപ്പുഴ വഴി സർവീസ് അനുവദിക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി. സെപ്റ്റംബർ ആദ്യം മുതൽ തിരുവനന്തപുരം ബംഗളൂർ റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീവണ്ടി ആലപ്പുഴ വഴി സർവീസ് നടത്തിയാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണകരമാകുമെന്ന് MP പറഞ്ഞു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷന്റെ നാട്ടരങ്ങ് പീപ്പിൾസ് കൾച്ചറൽ സെന്റർ നാടൻ കലാരംഗത്തെ പ്രതിഭകൾക്ക് നൽകുന്ന കാവാലം രംഭാമ ഫോക്ലോർ പുരസ്കാരം ചവിട്ട് നാടക കലാകാരൻ ഓമനപ്പുഴ കുട്ടപ്പന് സമ്മാനിക്കും. 25,000 രൂപയാണ് അവാർഡ് തുക. പൗരാണിക രംഗകലാകാരനും പ്രാചീന തീരദേശ കലകളുടെ പ്രചാരകനുമാണ് ഓമനപ്പുഴ കുട്ടപ്പൻ. ഇപ്റ്റ നാട്ടരങ്ങും TS സന്തോഷ് കുമാർ ഫൗണ്ടേഷൻ ചേർന്ന് നൽകുന്ന പ്രഥമ TS സന്തോഷ് കുമാർ സ്മാരക സർഗ പ്രതിഭാ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. നാടക മേഖലയിലെ പുരസ്കാരം സംവിധായകൻ അരുൺലാലിനും നാടൻപാട്ട് വിഭാഗത്തിൽ ഗായകനും നാടൻ കലാ ഗവേഷകനുമായ സുധി നെട്ടൂരിനും ഉപകരണ സംഗീതത്തിൽ തകിൽ വാദകൻ പ്രിൻസ് കാട്ടൂരിനും നൽകും. 5,000 രൂപയാണ് സമ്മാനത്തുക. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൻ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ 40 പേർ പരിശീലനം പൂർത്തിയാക്കി. പഠിതാക്കളുടെ ശേഷികൾ വിലയിരുത്താനുള്ള മികവുത്സവം നാളെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. കേരള ബ്ലൈൻഡ്സ് ഫെഡറേഷന്റെ സഹകരണത്തോടെ ജില്ലയിലെ 4 കേന്ദ്രങ്ങളിലായിട്ടാണ് പരിശീലനം നടത്തിയത്. സാക്ഷരതാ പ്രേരകന്മാരായ KK രമണി, MD വത്സലാബായി, രാധാമണി ഹരിദാസ്, റാണിമോൾ സുരേഷ് എന്നിവരായിരുന്നു പഠന കേന്ദ്രങ്ങളുടെ കോർഡിനേറ്റർമാർ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന മികവുത്സവം പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുകുമാർ അഴീക്കോട് സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവവും തത്വമസി പുരസ്കാര വിതരണവും നാളെ അമ്പലപ്പുഴയിൽ നടക്കും. രാവിലെ 10-ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഹാളിൽ നടക്കുന്ന സാഹിത്യോത്സവം H. സല MLA ഉദ്ഘാടനം ചെയ്യും. കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയാവും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമ്മേളനം ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി G. സുധാകരനാണ് ഇത്തവണത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം സമ്മാനിക്കുന്നത്. 11,111 രൂപയാണ് പുരസ്കാരം. ഈ മാസം 30-ന് പുന്നമടക്കായൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ആലപ്പുഴ ജില്ലയിലും എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലയിലുമുള്ള പ്രധാന സർക്കാർ ഓഫീസുകളിൽ ടിക്കറ്റുകൾ ലഭിക്കും. പ്രമുഖ ബാങ്കുകൾ ഓൺലൈനായും ടിക്കറ്റ് വിൽക്കും. വള്ളംകളി നടത്തിപ്പിനായുള്ള പന്തലിന്റെ നിർമ്മാണവും തുടങ്ങി. പന്തൽ നാട്ടുകർമ്മത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നടന്ന ചടങ്ങിൽ നഗരസഭാധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 7 മുതൽ 21 വരെ കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ആലപ്പുഴ ജില്ലാതല സ്വാഗത സംഘം രൂപീകരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം സ്വാമി സത്സ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ശിവബോധാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.